പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ട് ഉടുക്കാൻ വസ്ത്രമില്ലാതെ ഇന്നലകളിൽ അവർ സമ്പാദിച്ച, അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ മുഴുവനും നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് എലോഹിം ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററും ചേർന്ന് ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോവുകയാണ്. മെഡിസിൻസ്, അവർക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും കൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. പ്രിയരെ, ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ടീമായി കടന്നു പോവുകയാണ്. ഏറെ ദുഃഖം അനുഭവിക്കുന്ന, ഇപ്പോഴും ഉറ്റവരെയും ഉടവരെയും കാണാത്ത നിരവധി ആളുകൾ അവിടെ സങ്കടത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കടന്നു പോകുന്നത്. നമ്മൾ വയനാട് ചുരം കയറി പോവുകയാണ്. ഏറെ കോടമഞ്ഞും അങ്ങനെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകൾ ഇപ്പോൾ നമ്മോട് കൂടെ ഇവിടെയുണ്ട്. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഇവിടെ ആവശ്യമുള്ളത് ക്ലീൻ ചെയ്യാനുള്ള തൈലങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ ബോഡി മൂടേണ്ടതായിട്ടുള്ള കവറുകൾ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ ഈ സമയത്ത് സംസാരിച്ചത്. കാണാൻ കഴിയും, ഈ കാണുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. നമ്മുടെ പേര് പറഞ്ഞു അനസ്. രാവിലെ സെക്ഷൻ കൊടുത്തു. ഈ ചോപ്പിൻ്റെയും
ക്ലീനിങ് ലിക്വിഡ്, സോപ്പ്, കുളിക്കുന്ന സോപ്പ്, ഇതൊക്കെ ഈ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ലിക്വിഡ് ഐറ്റംസും സോപ്പും വേസ്റ്റ് അങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളാണ് ഇവിടെ അവർ കളക്ട് ചെയ്യുന്നത്. ഓരോ ആളുകൾക്ക് ഓരോ സെക്ഷൻ, നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞ പോലെ ഓരോ ആളുകൾക്ക് ഓരോ സെക്ഷൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞ പോലെ നമുക്കിവിടെ സാനിറ്റൈസർ ആവശ്യമുണ്ട്, അതുപോലെ PP കിറ്റ് ആവശ്യമുണ്ട്, അതുപോലെ ഈ ബോഡികൾ പൊതിയാനുള്ള ബാക്കി കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നിന്ന് ഇവിടെ ക്രമീകരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്ന പോലെ അതിദാരുണമായ നിലയിലാണ്. എല്ലാ ആളുകളും ഏറെ സങ്കടത്തോടെ മനസ്താപത്തോടെയാണ് ഇവിടെ ഉള്ളത്. കേരളം മുഴുവൻ ഈ കാര്യത്തിൽ കൈകോർക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അനിത മാഡമുണ്ട്, ഡെപ്യൂട്ടി കളക്ടറാണ്. നമ്മൾ മെഡിസിൻ, നമ്മുടെ കയ്യിലുള്ള മെഡിസിൻ മാക്സിമം എല്ലാം നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് പോകത്തക്ക പോലെയാണ്. മാഡം, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് പോകാനുള്ള ഇതിലാണ്. നമ്മുടെ മിഷൻ വയനാട് മിഷൻ 2024 നമ്മുടെ ടെമ്പോ ട്രാവലിന് മുമ്പിൽ പോയിട്ടുണ്ട്. തൊട്ടുപുറകിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ യാത്രയെ അനുധാവനം ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വല്ലാത്ത സങ്കടമാണ്. അങ്ങോട്ട് പോകാം അല്ലേ? ശരി, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പുറകിൽ കാണുന്നത് ഒരു ജീപ്പ് ഒളിച്ചു പോകുന്നതാണ്. ആ സ്ഥലം അതിൻ്റെ എന്നെ കാണാൻ ജീപ്പ് ഒളിച്ചു പോകുന്നത്.
ഇവിടെ സ്കൂളും ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളത്തിനടിയിലായി. ഇവിടെ ഒരു കൈത്തോടൊടുക്കുന്നു. ഭീകരമായ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരു നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിടുതുണിക്ക് മറുതുണയില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ വലിയ ആധാരമാക്കപ്പെട്ടു. ചൂരൽമല എന്ന പ്രദേശമാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡുകളാണ്. അതിൽ 3 വാർഡുകൾ 10, 11, 12 വാർഡുകളാണ് ചൂരൽമല പ്രദേശത്തുള്ളത്. ഈ 10, 12, 11 വാർഡുകളിൽ ഏകദേശം ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് 300ഓളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 16 പാടികളും. അതിൽ ഏകദേശം ഒരു 500 ആള് മണ്ണിന്റെ അടിയിലുമായിട്ടുണ്ട്. ബാക്കി ഒരു 10,000-3000 പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ് ഇവിടെ. അവിടെ ഒരു അമ്പലം തകർന്നിട്ടുണ്ട്. ഇവിടെ സ്കൂള്, മേലൊരു LP സ്കൂള്, ഇത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, മേലൊരു LP സ്കൂള്. ഇതിന്റെ സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ചൂരൽമല, അടുത്തത് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, രാമസ്വാമി കോളനി, ഇത്ര ഏരിയകളിലാണ് 300 വീടുകൾ തകർന്നിട്ടുള്ളത്. എൻ്റെ പേര് അഭിലാഷ്. പ്രിയപ്പെട്ട അഭിലാഷേട്ടനാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്, ഇവിടുത്തെ പ്രദേശവാസിയാണ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് വിവരിച്ച് കഴിഞ്ഞത്. ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. എവിടെയാണ് അമ്പലം ഉണ്ടായിരുന്നത്? നമ്മുടെ ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. അവിടെ ഒരു ആൽമരമുണ്ട്, അതിന് ചുവട്ടിലായിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇന്ന് അമ്പലമില്ല. ഇവിടെവരെ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇതാണ് ഇവിടുത്തെ പ്രദേശവാസിയായ ചേട്ടൻ പറയുന്നത്. അത്രയ്ക്ക് ഭീകരതയായിരുന്നു ഇവിടെ. ഇനിയും ഒരുപാട് ഡെഡ് ബോഡികൾ നമുക്കിവിടെ കിട്ടാനുണ്ട്. താഴേക്ക് അയക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം പുഞ്ചിരിമല മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ മഴ, മണ്ണ് ഇടിച്ചിലൊക്കെ സാധ്യതയുണ്ട് എന്ന് കണ്ട് അറിഞ്ഞിട്ട് ഇന്ന് പാലം സജ്ജമായ പൂർണ്ണതോതിൽ മുകളിലേക്ക് പാലം സജ്ജമായ യഥാർത്ഥമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് നിങ്ങളെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. ഈ കാണുന്നത് മുഴുവൻ ഇവിടെ ഈ കാണുന്നത് മുഴുവൻ നിർണായകമായ സ്ഥലമാണ് നിങ്ങളെ കാണുമ്പോൾ. JCBകളും മറ്റു കാര്യം ഈ പുഴയ്ക്ക് കുറുകെ ഇവിടെ വേലിപ്പാലം നിർമ്മിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ദൃശ്യത്തിൽ കാണാൻ
പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ ദുരന്ത മേഖലയ്ക്ക് തൊട്ട് അടുത്ത സ്ഥലമാണ്. ഇതുപോലെ നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന പോലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. ഇതുപോലെ ഒരു കുന്നിൻ ചെരുവായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലം. അതിൻ്റെ തൊട്ട് അപ്പുറത്തെ സ്ഥലത്താണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുപോലെ നിരവധി വീടുകൾ, നിരവധി ആളുകൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ ലയങ്ങളായിരുന്നു ആ കാണുന്ന മുഴുവൻ സ്ഥലങ്ങളിലും. ഇഷ്ടംപോലെ വീടുകളും അത്ര മനോഹരമായി പ്രകൃതി കനിഞ്ഞ് അരുളിയ ഏറ്റവും മനോഹരമായ സ്ഥലമായിരുന്നു ഈ വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം സംഭവിച്ച ദുരന്ത മേഖല. ആളുകൾ തിങ്ങിപ്പാർത്ത ഇപ്പോഴും ഏകദേശം ഒരു 320ഓളം കുടുംബങ്ങളെ കാണുവാനില്ല എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതുവരെ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥിച്ച, കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും ഹൃദയത്തിൻ്റെ ഭാഷ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.